വാസുട്ടി ചേട്ടാ, വാസുട്ടി ചേട്ടാ. ആരാണ്? ചേട്ടനില്ലയോ? എന്താ ഇവിടെ? വാസുട്ടി ചേട്ടൻ ഒന്ന് കാണാൻ വന്നതാ. ഇത് വാസുട്ടി ചേട്ടന്റെ വീടൊന്നും അല്ല. ആ വളവിലുള്ള കടക്കാരൻ പറഞ്ഞത് വാസുട്ടി ചേട്ടന്റെ വീടാണെന്നാണല്ലോ. ആണെങ്കിൽ ഇപ്പൊ എന്താണ് ആനക്കെന്താണ് ഇവിടെ കാര്യോ? അതിപ്പോ എന്നോട് പറയേണ്ട കാര്യമല്ലോ ഉണ്ടോ? ചേട്ടനെ ഒന്ന് വിളിക്ക്. വാസുട്ടിയേട്ടൻ അപ്പുറത്താണ്. കാര്യം പറയേ. ഞാൻ വാസുട്ടി ചേട്ടനോട് നേരിട്ട് കാര്യം പറഞ്ഞോളാം, നിങ്ങളൊന്ന് വിളിക്ക്. മല്ലികേ, മല്ലികേ. എന്താ രസ്യ? എന്താ? എന്റെ വാസുട്ടിയേട്ടനെ കാണാൻ വന്നാണ്. ആരാ? ചേട്ടനില്ലേ ഇവിടെ? അയ്യോ, ഏട്ടൻ പുറത്തു പോയിരിക്കാണല്ലോ. എന്താ? ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. എന്താ? എന്നോട് പറഞ്ഞോ. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, വാസുട്ടിയോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. വാസുട്ടിയേട്ടന്റെ ഭാര്യയാണ്, ഓളോട് പറയാ അങ്ങോട്ട്. അതെ, 2-3 ദിവസമായിട്ട് ഒരു കാര്യം പറയുന്നത് പറ്റിച്ചോണ്ടിരിക്കുക. വരുമ്പോ ഒന്ന് പറഞ്ഞു തരും, ഇങ്ങനെ മനുഷ്യനെ വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന്. അല്ല, പേരെങ്ങനെയാ? എന്റെ പേര് ശാന്ത എന്നാ. ശാന്ത വന്നിരുന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ആൾക്ക് മനസ്സിലാവും എന്താ കാര്യമെന്ന്. കേട്ടോ? എന്താണ്? ആരത്? അതാണ് കുമ്പിടി ശാന്ത. കുമ്പിടി ശാന്തയോ? വലിയ തറവാട്ടുകാരാ? ഓ, നാട്ടുകാർക്കൊക്കെ അറിയാ. വശപ്പശവോ? ഈ പൊട്ടിക്കിപ്പത് ഞാനത് എങ്ങനെ ഇങ്ങോട്ട് വാ. അയ്യേ, അവരാ? അയ്യോ, കണ്ടാ അങ്ങനെ പറയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ളവരെ കാണുന്നേ. ആദ്യമായിട്ടാ ഇജ്ജ് ആദ്യമൊക്കെ എന്റെ വീട്ടിൽ വരണേ. എന്റെ വാസുട്ടിയേട്ടന് ഇത് എന്തിന്റെ കേടാണ്? അയ്യേ, ഏട്ടൻ അത്ര കാരണമൊന്നല്ല കേട്ടോ. പിന്നെ എന്തിനാ ഓളിങ്ങോട്ട് തിരക്കി വന്ന്? എന്റെ കാലം തിരക്കിയിട്ടാണ് വന്നെങ്കിൽ മുട്ടുംകാലം ഞാൻ തല്ലി ഓടിച്ചേനെ. ഇക്ക പിന്നെ 2 കാലിൽ ഇത് കൂടി നടക്കൂല. ഒന്നാമത്തെ കാര്യം എന്തറിയോ, ഈ ഒരു പൊട്ടിയാണ്. വാസുട്ടിയേട്ടൻ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. എല്ലാത്തിന്റെ ഒരു കൺട്രോൾ എന്റെ കയ്യിൽ വേണോ. ആണുങ്ങളെ വരച്ച വരയിൽ നിർത്തണോ. ഇതൊക്കെ എന്നാ പഠിക്കുക? ഈ ദൂഷിച്ചാ എനക്കൊള്ള അതന്നെ. മോളെ, ഉച്ചയ്ക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഉരുട്ടി പെരുട്ടി കാര്യമൊക്കെ സാധിച്ച് അപ്പം ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവന് നമ്മൾ എന്തോന്ന് കൊടുക്കും വായിക്കൊരുച്ചിയായിട്ട് കറിക്കും. അതെ അമ്മ, ഞാൻ ഏട്ടനോട് മീൻ വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മീനിപ്പോ എന്തോ ചെയ്യാനാ? ചാള വാങ്ങിട്ട് വരാൻ പറഞ്ഞേ. അപ്പൊ ചാള വറക്കാൻ നമുക്ക്. ചാള വറുത്തം കൂട്ടി എങ്ങനെ കൊടുക്കുന്നത് അവന്? ചാള മാത്രം. നമുക്ക് ഒരു രസം കൂടെ വയ്ക്കാം. രസവും ചാള വറുത്തും. രസവും ചാള തേങ്ങ അരിപ്പില്ലേ? തേങ്ങ അരിപ്പുണ്ടല്ലോ, തേങ്ങ. എന്നാ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാം. ശരി, അപ്പൊ തേങ്ങാ ചമ്മന്തി ചാള വറുത്തതും. ചമ്മന്തി അവന് അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിൽ മോര് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു മോര് കാച്ചിയാലോ? ശരി, എന്നാ നമുക്ക് മോര് കാച്ചുകയും ചെയ്യാം, ചാള വറുക്കുകയും ചെയ്യാം. അല്ല, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ചാള കറി വെച്ചാ പോരെ? എന്നാ ശരി, ചാള കുറച്ച് കറിയായിട്ട് വയ്ക്കുകയും ചെയ്യാം, ബാക്കി വറുക്കുകയും ചെയ്യാം. എന്നാലും വറുക്കണം. നിനക്കിപ്പോ ചാള വറുത്തത് തിന്നണം. ചാള വറുത്തത്, ചാള വറുത്തത്, ചാള വറുത്തത്. കൊറേ നേരം കൊണ്ട് ചാള വറുക്കുന്ന അവളെന്തായാലും. എന്നാ നീ പറഞ്ഞ സാധനം ചാള. അതേ, നല്ല 1 നമ്പർ ചാളയാണ്. പെട്ടക്കണ ചാള. നല്ല കുരുമുളക് കെട്ടിട്ട് അരച്ച് നല്ല ഉഗ്രനായിട്ടാണ് വെച്ചോ. അത് വയറോട് നിറയട്ടെ. ചക്കിക്കൊത്തൊരു ചങ്കരൻ തന്നെ എന്തായാലും. എന്താണ്? അല്ല, ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചാള വറുപ്പ്, ചാള വറുത്തത്, ചാള വറുത്തത്, ചാള വറുത്തത്, ഒരേ വിചാരം തന്നെയായിരുന്നു. അത് സാധിച്ചല്ലേ? പിന്നെ പറയുമ്പോ മേടിച്ചു കൊടുക്കണ്ടമ്മ. പിന്നെ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കണം. ചായ എടുക്കട്ടെ? വേണ്ട. അല്ല, നീ ഇങ്ങോട്ട് വന്നേ. എന്താണ്? എന്റെ കൊട എവിടെ? നീ കാലത്ത് നിനക്ക് ഞാൻ തന്നയച്ചില്ലേ ഒരു കൊട? ആ കൊട എവിടെയെന്ന്? കൊടയോ? കൊട എവിടെയാണ്? അതിലുണ്ടാവും, നോക്ക്. ഇതിലില്ല. ഇതിലില്ലെങ്കിൽ പിന്നെ എവിടെ? കൊട മറന്നു. എവിടെയോ മറന്നല്ലോ. എവിടെ കൊണ്ട് കളഞ്ഞ്? എടാ, കൊട എവിടെ കൊണ്ട് കളഞ്ഞ്? ഒരു കൊട എവിടെയെന്ന് നിനക്ക് ആലോചിക്കാനുള്ള ശക്തിയില്ലേ? അത് സൂക്ഷിക്കാനും നിന്നെ കൊണ്ട് കഴിയല്ലേ? എവിടെ വെച്ചു? എവിടെ വെച്ച് എനിക്ക് ഓർമ്മയില്ല. എവിടെ വെച്ചാൽ നീ ഓർമ്മിക്കാൻ അങ്ങോട്ട്. ഓർമ്മിക്കാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഓർത്ത കിട്ടണ്ടേ? ഓർക്ക്. ഇനി നാളെ എങ്ങനെ പോകുമ്പോ നാളെ പോരെ, ഇന്ന് വേണം. മഴയാണ്, ആരെങ്കിലും എടുത്തോണ്ട് പോകും. എന്തെന്നാണ് ഈ പറയണത്? എന്തോന്നാ കൊട വേണോന്ന് മനസ്സിലായില്ലേ? അതെ അമ്മ, അത് നാളെ പോകുമ്പോ നാളെ പോരാ.
എനിക്ക് ഇന്നും കുട വേണം. ഇറങ്ങി വിടുന്നു. കുടയും കൊണ്ട് തിരിച്ചു വന്നാൽ മതി ഇവിടെ. എന്താ ആ പിള്ളേർ നനഞ്ഞോണ്ടാണ് പോയത്. പിള്ളേർ ചോദിച്ചോട്ടും ഞാൻ കൊടുത്തില്ല. ഇരുന്നിരുന്ന ഒരു പണി കിട്ടിയില്ല. ഇത് നനയാതെ പോട്ടെന്ന് കരുതി കൊടുത്തു പോയതാ ഞാൻ. എനിക്ക് വേറെ മേടിച്ചാ പോരെ? ആ വേറെ വേണ്ട, എനിക്ക് ആ കുട തന്നെ വേണം. നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പോ എവിടെയൊക്കെ കയറി നല്ലതുപോലെ ഓർമ്മിക്കുന്നേ. ഞാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുടയുണ്ട്. ആ കുട ഞാനല്ലേ തന്നയച്ചത് മഴയത്ത്. അപ്പൊ മഴയുണ്ടല്ലോ. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് കടയിൽ പോയി. കടയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങുന്ന സമയത്തും എൻ്റെ അടുത്ത് കുടയുണ്ട്. അപ്പോൾ മഴ തുറന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ പണിസ്ഥലത്തേക്ക് എത്തുമ്പോ അപ്പൊ എൻ്റെ അടുത്ത് കുടയില്ല. അതെങ്ങനെയാ? വേറെ എവിടെയെങ്കിലും കയറിയാ നീ? ഇല്ല. ചായക്കട കയറിട്ട് നേരെ പണിസ്ഥലത്താണോ പോയത്? അപ്പൊ ആ പണിസ്ഥലത്തെ ആ വീട്ടുകാരൻ ഞാനും കൂടി എന്നിട്ട് അവിടെ മുറ്റത്ത് നിന്നിട്ട് കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. അപ്പോഴും കയ്യിൽ കുടല്ല. അപ്പൊ കുട നിന്റെ അങ്ങ് ചോർന്നു പോയാ? എന്ത് കഷ്ടം. നിങ്ങൾ മറ്റേടത്ത് പോയാ? മറ്റേടത്തോ? മറ്റേടത്ത് നീ എന്ന് സ്ഥിരമായിട്ട് പോണ സ്ഥലത്ത് കള്ളുടിക്കാൻ കയറിയെന്നാ അവള് ചോദിച്ചത്. പണിക്ക് പോകുമ്പോഴോ? എന്റെ പൊന്നെ, പണിക്ക് പോകുമ്പോ കള്ളുടിക്കാത്ത ഒരു മോൻ. വേണ്ട, നിന്റെ ഈ വിരട്ടൊന്നും കാണിക്കണ്ട. നീ കുട എവിടെയെന്ന് ആലോചിക്കും നല്ലതുപോലെ. ഞാൻ പക്ഷേ ആ വീട്ടിൽ നിന്ന് പണി മാറ്റി ഇറങ്ങണ സമയത്ത് എന്റെ അടുത്ത് കുടയുണ്ട്. കുട എന്താ പറയുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ചെല്ലുമ്പോ ഇല്ലാന്ന്? എന്താ ഏട്ടാ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടുന്ന് ഇറങ്ങുമ്പോ എന്റെ അടുത്ത് കുടയുണ്ടേ. ആ കുട പോയി. പോവൂല. കുട അവൻ കൊണ്ടുവരും. ഞാൻ ഈ ചാള വാങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് കുടയില്ല. അപ്പൊ അതാ എവിടെ പോയത്? എവിടെ പോയി? നല്ലൊരു ആലോചിക്ക്. പോലും ഞാൻ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന കുടയാണ്. അതിന് വേറെ ഒരെണ്ണം വാങ്ങിക്കാം. വേറെ ഒന്നും പോരാ, എനിക്ക് ഈ കുട തന്നെ വേണം. കൂടുതൽ സംസാരിക്കാം. ഇതൊരു കുടയല്ലേ? കുട തന്നെ. ആ കുടയിലൊരു കഥ ഉണ്ടടാ. എന്ത് കഥ? പണ്ട് ചെല്ലപ്പണ്ണിനും ഞാനും അതും കൊണ്ടാണ് ഒരുമിച്ച് നടക്കാറുള്ളത്. എനിക്ക് ആ കുട വേണം. ഈ ചെല്ലപ്പണ്ണം കാരണം മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റണ്ടേ? നീ ഒരുത്തം കാരണം എനിക്ക് മനസമാധാനം ഇല്ലാതായി. എനിക്ക് ആ കുട കൊണ്ടു തരണം. ഇപ്പം തരടാ. എനിക്ക് ആ കുട ഇല്ലാതെ പറ്റത്തില്ല. കുട കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ വെറുതെ നിങ്ങൾ ഇങ്ങനെ കൈ തുള്ളിട്ട് കാര്യമില്ല. ഞാൻ ഓർത്തോക്കട്ടെ. എവിടെ ഓർക്ക് അമ്മേ, ഞാൻ ഈ മീൻ അങ്ങോട്ട് ഫുൾ വറക്കട്ടെ. ഫുൾ വറക്കട്ടാ? ഫുള്ള് വറക്ക കിള്ളു വറക്ക എന്താണെന്ന് ഞാൻ പണിയത് വറക്കട്ട. ആലോചിച്ച പിടി കിട്ടിയാ? എന്തോന്നാടാ നീ എന്നെ നോക്കി പേടിപ്പിക്കുന്ന? പോയി കുട കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. ഇറങ്ങ. അത് എവിടെ വെച്ച് കുട ഇല്ലാതെ ഇവിടെ കേറണ്ട. ഇറങ്ങ.